അഗ്ലോണിമ പ്ലാന്റ് എങ്ങനെയാണ് വളർത്തുന്നതെന്നും അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് നമ്മൾ നടുന്ന രീതികൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്കിഷ്ടം പോലെ അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നോട്ടക്കുറവും കൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ. പക്ഷേ ഇതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടാൽ വീണ്ടും വീണ്ടും നമുക്ക് വാങ്ങിച്ചു കൂട്ടാൻ തോന്നും. എനിക്ക് ഈ പൂക്കളുള്ള പ്ലാന്റുകൾ ഒത്തിരി ഇഷ്ടമാണ്. എന്നാലും പൂക്കളുള്ള പ്ലാന്റിനെക്കാളും എപ്പോഴും വീട്ടിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ. കാരണം എപ്പോഴും ഒരേ കളറിൽ തന്നെ അതങ്ങ് നിന്നോളുമല്ലോ, അതിന് വേറെ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഞാനൊരു 3-4 പ്ലാന്റ് വാങ്ങിച്ചു. അത് കുറച്ച് പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തു. ആ പോട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് വിവരിക്കാനാണ് ഇന്നിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിക്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ പോട്ടിംഗ് മിക്സ് മേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇവിടുത്തെ മണ്ണ് നല്ല പശപ്പുള്ള മണ്ണാണ്. അപ്പം വേരോട്ടം പറ്റത്തില്ല, ഈ ചെടികൾക്ക് ഒട്ടുമേ അത് പറ്റത്തില്ല. അതുകൊണ്ട് പോട്ട് മിക്സ് മേടിക്കുകയും അതിൻ്റെ കൂടെ ഞാൻ പെർലറ്റും ഇച്ചിരി ചകിരിച്ചോറും എല്ലുപൊടിയും അതുപോലെ തന്നെ മുട്ടത്തോടെ അല്പ ചാണകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് ഇളക്കി വെച്ചേക്കുന്ന ഒരു പോട്ട് മിക്സ്. ഇതിനകത്ത് കരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കഷ്ണങ്ങളുള്ള കരികളും ഇട്ടിട്ടുണ്ട്. കാരണം ഇച്ചിരി വേര് നല്ലതായിട്ട് ഓടാനും അതുപോലെ തന്നെ ഈ കരി ഇട്ടാൽ നമ്മളൊരു അധികം കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച് വന്നു. ഞാൻ അങ്ങനെ ചെയ്ത രീതികൾ ചെയ്തപ്പോൾ എൻ്റെ അഗ്ലോണിമ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോട്ട് മിക്സ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ അഗ്ലോണിമയ്ക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യകതയില്ല കേട്ടോ. നമ്മൾ അവർക്ക് ഒത്തിരി വെള്ളം വേണം, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഒത്തിരി വെള്ളമൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒത്തിരി വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ 2 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. എന്നും വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഴ നനഞ്ഞിരിക്കുന്നിടത്തു നിന്നാണെങ്കിൽ നമ്മളൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം മഴ നനഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇലകളെ പെട്ടെന്ന് ഫംഗസ് ബാധിക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന് വരുന്നൊരു രോഗമാണ് ഇലപ്പേൻ. ഈ ഇലപ്പേൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് നോക്കിയേ വേണ്ട, അത് പിന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം മരുന്നുകളൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ ആ മരുന്ന് എന്താണെന്ന് ഉള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ ആ ഇലപ്പേൻ വരാതെ നോക്കുക എന്നുള്ളതാണ്. അധികം മഴയത്ത് ഇതിനെ അല്ലെങ്കിൽ അധികം വെയിലത്ത് ഇതിനെ വെക്കാതിരിക്കുക. വെയിൽ വേണം, വെട്ടം ചെറിയ വെട്ടം എന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന രീതിയിൽ വെക്കാതെ വല്ല മരങ്ങളുടെ ചുവട്ടിലോ അതുപോലെ തന്നെ നമ്മുടെ വെട്ടം അടിക്കാത്ത സിറ്റ് ഔട്ടുകളിലോ അല്ലെ അതിനെ സജ്ജീകരിച്ചുള്ള മറ്റുള്ള സ്ഥലങ്ങളോ വെക്കുവാണെങ്കിൽ ഏറ്റവും നന്നായി ഹെൽത്തി ആയിട്ട് അഗ്ലോണിമ പ്ലാന്റ് വളരും. മഴ ഇതിനൊത്തിരി ഇഷ്ടം കേട്ടോ. അധികം മഴ കൊടുക്കണ്ട. വല്ലപ്പോഴും ഇച്ചിരി മഴ നനയ്ക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് സുന്ദരികളായിട്ട് പിറ്റേ ദിവസത്തേക്ക് വിടർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് അഗ്ലോണിമയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നടുന്ന രീതികൾ ഇങ്ങനെയാണ്. ഇതിന് വലിയൊരു പോട്ടല്ല ഞാൻ എടുത്തേക്കുന്നത്, ചെറിയൊരു പോട്ടാണ്, പഴയൊരു പോട്ടാണ് കേട്ടോ. അതിനാവശ്യത്തിനുള്ള ഹോളുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് ചകിരിയുടെ തൊണ്ട് ചെറിയ പീസുകളാക്കി. ഇത് ഞാൻ ഓർക്കിഡിനെ മേടിച്ച് വെച്ചിരിക്കുന്ന തൊണ്ടുകളായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കരിയിലകളോ അല്ലെങ്കിൽ ചരലോ ഒന്നും അങ്ങനെ പോയി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പം ഉണങ്ങിയിരിക്കുന്ന ഇത് തന്നെയാണ് അങ്ങ് എടുത്തത്. എന്നിട്ട് ഈ പോട്ട് മിക്സ് ഇതിൻ്റെ ഒരു പകുതി വരെ നമുക്ക് നിറയ്ക്കാം. ഒത്തിരി വേണ്ട, ഒരു പകുതിയും വേണ്ട, ഒരു അല്പം മതി. നമുക്ക് ഇത് വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് ഒത്തിരി പ്രശ്നമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ വലിപ്പമുള്ള അഗ്ലോണിമയാണ് ഞാൻ ഇതിനകത്തോട്ട് നടാൻ പോകുന്നത്. ഇതിനകത്തോട്ട് ഇത് വെച്ച് കൊടുത്തു. ഒത്തിരി ഒന്നും അതിൻ്റെ വേര് അമങ്ങി ഒടിയുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇത് മണ്ണ് വാരി ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ടാ ചെയ്യുന്നുണ്ട്, അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പം അതൊന്ന് വളഞ്ഞാണ് നിൽക്കുന്നത് ചെടി. ഇച്ചിരി കഴിയുമ്പം നല്ല ഒരു വെട്ടമുള്ള സ്ഥലത്തോട്ട് ഇത് 2 ദിവസം കഴിയുമ്പോൾ മാറ്റി വെക്കുമ്പോഴത്തേക്ക് നല്ല നേരെ ചെടിയങ്ങ് ആയിക്കോളും കേട്ടോ.
ഇപ്പോൾ ഇത് ഞാൻ കുത്തി ഞെരുക്കിയൊന്നും അല്ല വെക്കുന്നത്, അങ്ങനെ ഒത്തിരി അമക്കിയൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് 2-3 ദിവസമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പം ഈ പോട്ടി മിക്സ് ഒന്ന് അമങ്ങി ഇതിനോടൊക്കെ ചേരി. ഇപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ആ പോട്ടി മിക്സ് അതിൻ്റെ അകത്തോട്ട് അമങ്ങി അങ്ങ് ചേർന്നോളും. അപ്പം നല്ല പാകത്തിനത് ആയിക്കോളും. ഒത്തിരി വെള്ളം ഒഴിച്ച് അതിനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നിപ്പം സാഫ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തളിച്ചാണ് വെള്ളം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ അഗ്ലോണിമ നട്ടപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി സാഫിൻ്റെ പൊടി ഇട്ടായിരുന്നു കേട്ടോ, ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നട്ട ചെടികളാണിതൊക്കെ. ഈ ചെടിയൊക്കെ പഴയതാണ് കേട്ടോ. അപ്പം ഈ ഒരു ചെടിയും രണ്ടിൻ്റെ കളറ് കണ്ടോ, പിന്നെ ഈ ചെടിയും ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നട്ട ചെടികൾ. എല്ലാവരും സുന്ദരികളല്ലേ അല്ലേ? നല്ല കളറുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് അവരെ ഇങ്ങനെ പിഴുത് മാറ്റി നമ്മൾ വെച്ചിരിക്കുമായിരുന്നു മണ്ണിൽ നിന്ന്. അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്, എന്നാലും നല്ല സുന്ദരികളാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഗ്ലോണിമയുടെ വിശേഷങ്ങൾ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.